സുപ്രീം കോടതിയുടെ 2025 ടെറ്റ് ഉത്തരവ് സംസ്ഥാനത്തെ 10,000-കണക്കിന് അധ്യാപകരുടെ ജോലി പ്രതിസന്ധിയിലാക്കിയെന്ന് ശൈക്ഷിക് മഹാസംഘ്. വർഷങ്ങളോളം അധ്യാപന പരിചയമുള്ള അധ്യാപകരടക്കം പുറത്താകുന്ന അവസ്ഥയാണുള്ളത്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേരള നിയമസഭയിൽ സംയുക്ത പ്രമേയം പാസാക്കണമെന്ന് ശൈക്ഷിക് മഹാസംഘ് ദേശീയ സെക്രട്ടറി PS ഗോപകുമാർ ആവശ്യപ്പെട്ടു. ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. ജ്യോതിഷ്, സുപ്രീം കോടതിയുടെ 2025 ടെറ്റ് ഉത്തരവാണല്ലോ സംസ്ഥാനത്തെ 10,000-കണക്കിന് അധ്യാപകരുടെ ജോലി പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. എന്തായാലും ഇതിനെതിരെ ശൈക്ഷിക് മഹാസംഘ് എന്താണ് പറയുന്നത്? രോഹിണി, 2010 സെപ്റ്റംബർ 23 NCP നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിൽ പറയുന്നത് ടെറ്റ് പരീക്ഷ, അതായത് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ടെസ്റ്റ്, ഇത് പാസ്സായിരിക്കണം. അങ്ങനെയുള്ളവർ മാത്രമാണ് കോളേജുകളിൽ അധ്യാപനം നടത്തേണ്ടത് എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. ഇത് 2025 സെപ്റ്റംബർ 1 സുപ്രീം കോടതി ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി നടപ്പാക്കണമെന്ന ഒരു ഉത്തരവും കൊണ്ടുവന്നു. ഈ 2010 ഈ വിധി കേന്ദ്രത്തിൽ നിന്ന് വന്നതെങ്കിലും 2 വർഷത്തിന് ശേഷം 2012 കേരളത്തിൽ ഈ വിധി ഉണ്ടായത്. അപ്പോൾ ഈ 2 വർഷത്തിൻ്റെ കാലാവധിക്കിടയിൽ 3000-ഓളം അധ്യാപകരെയാണ് കേരളത്തിൽ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പരീക്ഷ പാസ്സാകാൻ ഇപ്പോൾ പലർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 20 ലക്ഷത്തോളം പേരാണ് സംസ്ഥാനത്തിൽ ഉടനീളം ഈ പരീക്ഷ പാസ്സാകേണ്ടത്. എന്നാൽ പകുതിയോളം പേർക്ക് മാത്രമേ ഈ പരീക്ഷ പാസ്സാകാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പലരുടെയും ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിനുള്ള. കേരളത്തിൽ തന്നെ 60,000-ഓളം പേരാണ് ഈ ടെറ്റ് പരീക്ഷ പാസ്സാകേണ്ടത്. എന്നാൽ ഏതാണ്ട് 30,000-അടുത്ത ആളുകൾ മാത്രമേ ഈ പരീക്ഷ പാസ്സായിട്ടുള്ളൂ. ഈ പരീക്ഷ പാസ്സാകാത്ത പക്ഷം അവർക്ക് തന്നെ ഈ ദീർഘകാല അധ്യാപന പരിചയമുള്ള പലർക്കും തന്നെ ജോലി നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള നിയമസഭയിൽ ഒരു സംയുക്ത പ്രമേയം പാസ്സാക്കണമെന്നാണ് ഇപ്പോൾ ശൈക്ഷിക് മഹാസംഘ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതിൽ രാഷ്ട്രീയം ഒന്നും കാണരുത്, സംയുക്തമായുള്ളൊരു പ്രമേയമായിരിക്കണം പാസ്സാകേണ്ടത്. ഈ പ്രമേയം കേന്ദ്ര സർക്കാരിലേക്ക് അയച്ച് അവിടെ ഒരു ഓർഡിനൻസിലൂടെ ഈ ടെറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ശൈക്ഷിക് മഹാസംഘ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രോഹിണി, ശരി. ജ്യോതിഷ് ജനാർദ്ദനാണ് വിവരങ്ങൾ നൽകിയത്.